ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ജനമേ, പരിശുദ്ധ സഭ ഉയർപ്പ് പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് അഥവാ പുതിയ ഞായറാഴ്ച പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇന്ന് നാം വായിച്ചു കേട്ടത് ശുദ്ധമുള്ള എവങ്കേലിയോൻ സന്ധിയിലും വിശുദ്ധ കുർബാനയെങ്കിലും ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹാ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയും പ്രഭാത നമസ്കാരത്തിങ്കിൽ 15 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളും കർത്താവ് താൻ ഉത്ഥാനം ചെയ്തതിനു ശേഷം 3-ാം വട്ടം ഇപ്രകാരം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ട് വേദഭാഗം അവസാനിപ്പിക്കുമ്പോൾ തിബിരിയാസ് കടൽ തീരമാണ് രംഗപശ്ചാത്തലം. ഈ തിബിരിയാസ് കടൽ തീരം ശിഷ്യന്മാരെ സംബന്ധിച്ചും കർത്താവിനെ സംബന്ധിച്ചും നിർണായകമായ പല ഘട്ടങ്ങളിലൂടെയും അവർ ഈ ഭാഗത്തൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലും യഹൂദന്മാരെ പേടിച്ചു കിടന്ന ആളിലും ഇവർക്ക് നല്ല സുപരിചിതമായ സ്ഥലമാണ് ഈ തിബിരിയാസ് കടൽ തീരം. അവിടെയാണ് കർത്താവ് ഉത്ഥാനം ചെയ്ത ശേഷം സകല ശക്തിയെയും തൻ്റെ പിന്നിലേക്ക് അടിച്ചോടിച്ചുവെന്ന് പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ പറയുന്ന പ്രകാരം അന്ധകാരത്തിനടുത്തവനെ തൻ്റെ പിന്നിലേക്ക് അടിച്ചോടിച്ച ശേഷം അവൻ പ്രത്യക്ഷപ്പെടുത്താൻ തക്കണം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലവും തിബിരിയാസ് കടൽ തീരമാണ്. അല്പം കൂടെ ദൂരേക്ക് മാറി നോക്കിക്കഴിഞ്ഞാൽ സെഹിയോൻ്റെ മാളിക കാണാൻ കഴിയും. ആ സെഹിയോൻ്റെ മാളികയിൽ കുറച്ച് പേരിങ്ങനെ ഭയാകുലരായിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുത്തൻ വന്ന് വിളിച്ചു, അവൻ എൻ്റെ കൂടെ വന്നാൽ എല്ലാം കിട്ടുമെന്ന് കരുതി അവൻ്റെ പുറകെ പോയി. 3-3.5 കൊല്ലം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നുപോയി. ഭക്ഷണത്തിനോ പാർപ്പിടത്തിനോ വസ്ത്രത്തിനോ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രശസ്തിക്കും പേരിനുമാണെങ്കിൽ അതിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. നാട്ടുകാരെല്ലാം ഞങ്ങളെ അറിയുകയും ചെയ്യുമായിരുന്നു. ഈ ദേശക്കാർ മാത്രമല്ല, അന്യദേശക്കാർ ഞങ്ങളെ അറിയുമായിരുന്നു. ഇങ്ങനെ നടന്നപ്പോഴാണ് അവൻ ഏതോ വഴി കടന്നുപോയി. അവനെ എല്ലാവരും കൂടെ അവനേക്കാൾ വലിയൊരു ശക്തി വന്ന് അവനെ പിടിച്ചടക്കി കുരിശിൽ തറച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്ന എല്ലാം പോയി കഴിഞ്ഞു. ഇതാ അവിടെ കഴിഞ്ഞു. മലപ്പുറം കത്തി വടിവാൾ പറഞ്ഞതൊക്കെ എന്തിയേ? ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ഒരു മുറിക്കുള്ളിൽ, അടച്ചിട്ട മുറിക്കുള്ളിൽ ഭയാകുലരായിരിക്കുന്ന ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിക്കേ. അവിടെ കണ്ണുകളിൽ ഭയത്തിൻ്റെയും ഭീതിയുടെയും ആശങ്കകളുടെയും നിഴലുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭയത്തിൻ്റെയും ആശങ്കകളുടെയും നിഴലിൽ നിന്ന് അവർ ചരിത്രത്തിലേക്കൊന്ന് യാത്ര ചെയ്യുക. തങ്ങൾ ആരായിരുന്നു? തങ്ങളൊരു കുലത്തൊഴിൽ പഠിച്ചിരുന്നവരാണ്. നമ്മൾ പലപ്പോഴും ഇവരെയൊക്കെ തരം താഴ്ത്തി കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശിഷ്യന്മാരെ പേര് ദരിദ്രന്മാരെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നൊക്കെ നമ്മൾ പറയുമ്പം ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ യഹൂദൻ്റെ പഴയ നിയമ പുസ്തകങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പഠിക്കുകയും ഒരു കുലത്തൊഴിൽ, അവൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ, അവന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ അവൻ പഠിച്ചിരിക്കുകയും ചെയ്യണം. അതായത് കവലയിൽ പോയി ഇരിക്കുവാനും ബണ്ടയിലിരുന്നിട്ട് കമൻ്റ് അടിക്കുവാനും മറ്റു വല്ലതും അന്യായമായ ക്രയവിക്രയങ്ങൾ നടത്തി ജീവിക്കുവാനും യഹൂദൻ അവകാശമില്ല. അവൻ മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കണം. അതായിരുന്നു അവൻ്റെ പിതാക്കന്മാർ അവനെ പഠിപ്പിച്ചതും ആ രീതിയിലായിരുന്നു അവൻ അവൻ്റെ തലമുറയെ വളർത്തിയതും പരിശീലിപ്പിച്ചതും. അങ്ങനത്തെ നല്ല സംസ്കാരമുള്ള തലമുറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഓരോ കുലത്തൊഴിലുകൾ പഠിച്ചിരുന്നു. അവരവർ പഠിച്ചതായ തൊഴിൽ വെച്ച് ജീവിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരുന്ന വരുവാ. തലമൂപ്പുള്ളവനും സ്ലീഹന്മാരിൽ പ്രധാനിയുമായ ശമോൻ പത്രോസ് അവരോട് കാര്യം അവൻ പലതും പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ട് നമുക്കിരുന്ന് കഴിഞ്ഞാലേ അകത്തേക്കൊന്നും ചെല്ലുകയില്ല. അതുകൊണ്ട് അറിയാവുന്ന പണിക്ക് പോകാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് മരിക്കും. പുറത്തിറങ്ങിയാൽ യഹൂദന്മാർ പിടിച്ച് തല്ലുകൊല്ലും. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് മരിക്കാമെന്ന് കരുതി ഭക്ഷണം അന്വേഷിച്ചുള്ളൊരു യാത്രയാണ്. മനുഷ്യൻ്റെ ചരിത്രം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്നം അന്വേഷിച്ചുള്ള യാത്രയാണ് അവനെ അവനാക്കി തീർത്തത്. ചരിത്രോൽപ്പത്തി മുതൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അന്നം അന്വേഷിച്ചുള്ള യാത്ര അവനെ അവനാക്കി തീർത്തപ്പോൾ, ഒരു സമൂഹ ജീവിയാക്കി തീർത്തപ്പോൾ, അവനൊരു വ്യക്തിത്വവും ഒരു ദേശവും ഒരു വിലാസവും ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഈ അന്നം അന്വേഷിച്ചുള്ളതായ ശിഷ്യന്മാരുടെ യാത്ര അവരെ അവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെഹിയോന്റെ മാളികയെ ഉപേക്ഷിച്ച് അടച്ചിട്ട മുറിക്ക് പുറത്തിറങ്ങി വിശാലമായ കടൽ തീരത്തെ സ്വന്തമാക്കിയെടുത്തുകൊണ്ട് കടലിൻ്റെ ആഴങ്ങളും ജലകളും ആഴിയും അഗാധവും അറിയാമായിരുന്നവർ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആർത്തിരമ്പുന്ന തിരമാലകളോ ഈ മൂളിക്കുന്നതായ രാത്രിയുടെ കടലോ ശബ്ദങ്ങളൊന്നും അവരെ ഭയപ്പെടുത്തിയില്ല. കാരണം അവർക്ക് സുപരിചിതമായ ഒരു സ്ഥലമായിരുന്നു. സംഗതികളൊക്കെ എല്ലാം അനുകൂലമായിരുന്നു. പ്രതികൂലമായ യാതൊന്നും ആ പരിസ്ഥിതിയിൽ അവർക്കില്ലായിരുന്നു. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അധ്വാനത്തിന് ഫലം ലഭിക്കാതെ പോയി. ആഹാരം അന്വേഷിച്ച് ഇറങ്ങിയ തലമുറയ്ക്ക് ആഹാരം ലഭിക്കാതെ വന്നപ്പോൾ അവർ നിരാശയുടെ പാരമ്യത്തിലെത്തിച്ചേർന്നിരിക്കുക. സെഹിയോന്റെ മാളികയിൽ ഭയമായിരുന്നു അവരുടെ മുഖത്ത് നിഴലിച്ചിരുന്നെങ്കിൽ, വിശാലമായ കടൽപ്പുറത്ത് പ്രത്യാശ അവരുടെ മുഖത്ത് നിഴലിച്ചെങ്കിൽ, ഇന്ന് ഈ കടൽ തീരത്ത് രാവ് വെളുക്കാറായപ്പോൾ സൂര്യകിരണങ്ങളെ താഴെ മലയുടെ മുകളിൽ പിൻപാമ്പുറങ്ങളിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ ഇവരുടെ മുഖത്തൊക്കെ നിരാശ നിഴലിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കഥാപുരുഷൻ വീണ്ടും അവരുടെ മുന്നിലേക്ക് അവതരിക്കുകയാണ്. അവർ അഭിസംബോധന നല്ലൊരു പദമുണ്ട്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഭക്ഷിപ്പാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നതായ അവസ്ഥ,
അന്നം അന്വേഷിച്ച് യാത്ര പുറപ്പെട്ട ശിഷ്യന്മാരുടെ സമൂഹം ഞങ്ങൾക്ക് ആഴിയുടെ ആഴവും പരപ്പും തിരമാലകളുടെ ഏറ്റക്കുറച്ചിലുകളും അറിയാം, കാലാവസ്ഥകളുടെ നിർണയങ്ങളെ ഞങ്ങൾക്കറിയാം, ആഴിയുടെ അഗാധങ്ങളിൽ മത്സ്യത്തിൻ്റെ വലിപ്പം ഞങ്ങൾക്ക് അറിയാമെന്നിരുന്നവരോട് പറയുക, നീ വളർന്നിട്ടില്ല മോനെ, നീ ഇത്രമാത്രം അറിയാനും മാത്രം നീ വളർന്നിട്ടില്ല, നീ ഇന്നും ആരാ, നീ ശിശുവാ. അതുകൊണ്ട് അവർ അഭിസംബോധന ചെയ്ത് കുഞ്ഞുങ്ങളെ, വേറെ ഒരു പദവും കിട്ടാഞ്ഞിട്ടല്ല കർത്താവ് അങ്ങനെ അഭിസംബോധന ചെയ്തത്. നീ വളർന്നിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ശിഷ്യ സമൂഹത്തിൽ കൊടുക്കുമ്പോൾ, ഇത് ഇന്ന് 2026 ഏപ്രിൽ മാസം 19-ാം തീയതി എന്നോടും നിന്നോടും പറയുകയാണ്, നീയും ഞാനും വളർന്നിട്ടില്ല. ആരുടെ മുമ്പാകെ? എൻ്റെ ദൈവത്തിന് മുമ്പാകെ. അവൻ്റെ മുമ്പാകെ ഞാൻ ശിശുവാ. അവൻ്റെ മുമ്പാകെ ശിശുവാണെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. 1, അറിവ് എന്നുള്ളൊരു അഹന്തയുണ്ടല്ലോ, അതങ്ങ് ഉപേക്ഷിച്ചേക്കണം. 2, എനിക്കൊരു അപ്പനുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടി സ്വരൂപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം, ഞാൻ അവൻ്റെ കുഞ്ഞായിരിക്കുന്നിടത്തോളം കാലം അവൻ എനിക്ക് വേണ്ടി ചരിതിക്കുന്നവനാണെന്നുള്ള ബോധ്യവും നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആകുലതകളല്ല ആവശ്യം, ആശങ്കകളല്ല ആവശ്യം, നിരാശയല്ല നിന്റെ മുഖത്ത് വിളിക്കേണ്ടത്. പിന്നെയോ നിനക്ക് പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. നിന്നെ മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒരു ക്രിസ്തു, അത് രാത്രിയിലായിക്കൊള്ളട്ടെ, നേരം വെളുക്കുന്നതിന് മുമ്പായിക്കൊള്ളട്ടെ, സൂര്യകിരണങ്ങളെ കൊണ്ട് പ്രഭാതം മനോഹരമായി നിൽക്കുന്ന അവസരത്തിലായിക്കൊള്ളട്ടെ, നിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നവനാണെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തവൻ ആ ദൈവം ഇന്ന് നമ്മളോടും പറയുന്നത് തന്നെയാണ്. നിനക്ക് അന്നം ഒരുക്കുവാൻ തക്കവണ്ണം അവൻ്റെ വീട്ടിലെ കുഞ്ഞു പൈതലായി നിന്നെ കണ്ടുകൊണ്ട് നിനക്ക് അന്നം ഒരുക്കി തരുവാൻ തക്കവണ്ണം നോക്കി പാർക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റൊന്ന്, ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടായിരുന്നപ്പോൾ ഇവരോട് കർത്താവ് പറയുക, നീ വലതുവശത്തേക്ക് മാറ്റിയൊന്ന് വല വീശിക്കേ. അതായത് പിന്നിലേക്ക് നോക്കുന്നവനെ, അല്ല നിരാശയുടെ പടുകുയിലേക്ക് വീണ്ടും എത്തി നോക്കുന്നവനെ, എന്നെ ഏതിനു വേണ്ടി വിളിച്ചവൻ്റെ വിളിയെ മറന്നിട്ട് പഴയ മാർഗങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് ഉപദേശിക്കുക. നീ ഇനിയും ആ പഴയതിനെ വിട്ടുമാറാൻ ഇടയായിട്ടില്ലെങ്കിൽ, ഇരുളിൻ്റെ അധ്യായങ്ങളെ നീ ഉപേക്ഷിക്കുവാൻ ഇടയായിട്ടില്ലെങ്കിൽ, നീ വെളിച്ചത്തെ പ്രാപിക്കാതെ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയത്തില്ല, നന്മയെ പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇടത്തേനെടുത്തതിന് ഉപേക്ഷിച്ചിട്ട് നീ വലത്തേക്ക് മാറ്റി വലവീശാൻ പറയുന്നത്. വലത്തേക്ക് മാറ്റി വല വീശിയപ്പോൾ പെരുപ്പം കൊണ്ട് വല വലിച്ചു കയറ്റുവാൻ പോലും കഴിയാത്തവണ്ണം സമൃദ്ധമായി അവരെ അനുഗ്രഹിച്ചവനായി. ഒരു കാര്യം കൂടെ നിന്നോട് പറയുക, നിന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല, നിനക്ക് സമൃദ്ധമായി തന്നിട്ട് മതിയോ ഇനിയും വേണോ എന്ന് ചോദിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. അതുകൊണ്ട് ആകുലതകളും ആശങ്കകളും അല്ല ആവശ്യം, എന്നെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് ആവശ്യം. ഈ വേദഭാഗവും ഞായറാഴ്ചയും നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത്, 1, എൻ്റെ ദൈവത്തിന് ഞാൻ ഇന്നും കുഞ്ഞാണ്. അതുകൊണ്ട് അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും തിന്മകളെ ഉപേക്ഷിച്ചിട്ട് ഇരുളിൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറി വെളിച്ചത്തിലേക്ക് ചരിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ കുഞ്ഞാണെന്നുള്ള പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ജീവിക്കുവാൻ തക്കവണ്ണം ഞാൻ മനസ്സൊരുക്കമുള്ളവനായി തീരണം. 2, ഇടത്തേനെടുത്ത മാർഗങ്ങളിൽ, ഇരുളിൽ, രാത്രിയുടെ അധ്വാനങ്ങളിൽ നിനക്ക് പ്രതിഫലവും നന്മയും പ്രാപിക്കില്ല എന്നുള്ളതുകൊണ്ട് വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ എത്തിച്ചേർന്നിട്ട് അവനിൽ നിന്ന് നന്മയെ പ്രാപിക്കുവാൻ തക്കവണ്ണം നീ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുക്കമുള്ളവനായി തീരണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, പീഡാസഹന മരണത്തിൽ ഭാഗഭാഗിത്വം പ്രാപിച്ച നമുക്കോ ഉത്ഥാനത്തിൻ്റെ മധുരം അവൻ കാത്തുവച്ചിട്ടുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചറിയാൻ കഴിയാത്തതുമാകയാൽ ആ ഉത്ഥാനത്തിൻ്റെ മധുരം നുകരുവാൻ തക്കവണ്ണം ഉത്ഥാന പെരുന്നാളിന് ശേഷം 2-ാമത്തെ ഞായറാഴ്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സഭയ്ക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.